എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോഴുള്ളത് മധ്യപ്രദേശിലെ അമർകാണ്ടകിലുള്ള സോൺമുണ്ടിലാണ്. സോൺമുണ്ട് എന്ന് പറഞ്ഞാൽ സോൺ നദിയുടെ ഉത്ഭവസ്ഥാനം എന്നാണ്. ഇതാണ് സോൺ നദിയുടെ ഉത്ഭവം സ്ഥാനം. ഈ അമർകാണ്ടകിൽ നിന്ന് 3 നദികളാണ് പ്രധാനമായിട്ട് ഉത്ഭവിക്കുന്നത്. ഒന്ന് നർമ്മദ, 2 സോൺ, 3 ജോഹില. ഇവർ 3 പേരുമായിട്ട് ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നർമ്മദ ഉദ്ഗംകുണ്ടിൻ്റെ ആ വീഡിയോ കാണിച്ച സമയത്ത് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പം അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ കുറേ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഇതൊരു ആശ്രമം പോലെയാണ്. കുറേ സ്വാമിമാരൊക്കെ ഉണ്ട്. ഹനുമാന്, അതുപോലെ തന്നെ സോണാക്ഷി ശക്തിപീഠം എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു സ്വാമിയുടെ സമാധിയുണ്ട്. ഈ താഴോട്ടുള്ള കാണുന്ന വഴി കൂടെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് ആ വെള്ളം കാണുന്നിടത്തോട്ട് പോകണം, സോൺ പോയിന്റിലെത്താൻ. അവിടെയാണ് ഈ സോൺ നദി ഇവിടുന്ന് ഉത്ഭവിച്ച് നദിയായിട്ട് ഒഴുകുന്നത്. അങ്ങോട്ടുള്ള വഴി ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. അവിടെ എന്തോ മെയിൻ്റനൻസ് ഒക്കെ നടക്കുകയാണ്. ഈ സോണഭദ്ര എന്ന് പറയുന്ന രാജകുമാരനാണ് സോൺ നദിയായിട്ട് ഒഴുകുന്നത്. സോണഭദ്ര രാജകുമാരനും നർമ്മദാ ദേവിയുമായിട്ടുള്ള വിവാഹമൊക്കെ നിശ്ചയിച്ചിരുന്നതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നർമ്മദാ ദേവിയുടെ തോഴിയായിരുന്ന ജോഹില വന്ന് ഈ സോൺ രാജകുമാരനെ തെറ്റിദ്ധരിപ്പിച്ച് കല്യാണം കഴിച്ചു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ കഥയുടെ ചുരുക്കം. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നർമ്മദാ ഉദ്ഗംകുണ്ടിൻ്റെ ആ വീഡിയോ കണ്ടാൽ മതി. ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സോൺ ഉദ്ഗംകുണ്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട്. ഈ സോൺ നദിയുടെ ഉത്ഭവസ്ഥാനം, അതുപോലെ തന്നെ സോൺ പോയിന്റും. സോൺ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. മായിക്ക ബഗീജ എന്നാണ് അടുത്ത സ്ഥലം. നർമ്മദാദേവി ഓടിക്കളിച്ചിരുന്ന പൂന്തോട്ടം, അങ്ങോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ മായിക്ക ബഗിയയിലെത്തി. ഇവിടെയാണ് നർമ്മദാദേവി കുട്ടിയായിരുന്ന സമയത്ത് ഓടിക്കളിച്ച് നടന്നിരുന്ന പൂന്തോട്ടമാണ് എന്നാണ് പറയുന്നത്. അങ്ങോട്ട് നമ്മൾ നടന്നു വേണം ഇനി പോകാൻ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട്. അതിൻ്റെ വെളിയിൽ കുറേ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്, മാലയും വളയും ഒക്കെ ആയിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്, തീരെ വിലക്കുറവാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ട്. ഈ ആർച്ച് കാണുന്നതാണ് മായിക്ക ബഗീജയിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെയും കുറേ ഈ ഔഷധ സസ്യങ്ങളൊക്കെ വിൽക്കുന്ന കടയും പുസ്തകങ്ങൾ വിൽക്കുന്ന കടയും ഒക്കെ ഉണ്ട്. പുസ്തകങ്ങളൊക്കെ ഹിന്ദിയിലാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. മായിക്ക് ബഗിയാന്ന് എഴുതിയൊരു ശിലാഫലകം ഇവിടെ ഉണ്ട്. അതിൽ ഇവിടുത്തെ ഐതിഹ്യമാണ് എഴുതിയിരിക്കുന്നത്. നമ്മളിനിപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നർമ്മദാദേവിയുടെയും മഹാദേവൻ്റെയൊക്കെ പ്രതിഷ്ഠയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അമ്പലമാണ്, നല്ല അന്തരീക്ഷമാണ്. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. മായിക്ക് ബഗീജയിൽ നിന്ന് നമ്മൾ മടങ്ങി. ഇവിടെ ഇപ്പം നമ്മൾ ജെയിൻ ടെമ്പിളിൻ്റെ മുൻപിലാണ്. ഈ മായിക്ക് ബഗിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിനടുത്തുണ്ട് ഇങ്ങോട്ട് ദൂരം. ഈ ജെയിൻ ടെമ്പിളിൻ്റെ മുമ്പിൽ കുറേ ചിന്തിക്കടകളുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തെല്ലാം ഒന്ന് കയറി ഇറങ്ങി. ഈ കാണുന്നതാണ് ജെയിൻ ടെമ്പിള്. നല്ല ഹൈറ്റാണ്. ഇതൊന്നൊരു 10-80 അടി കൂടുതൽ പൊക്കമുണ്ട്. ഇവിടെ ഏറ്റവും അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്, ഈ ജെയിൻ ടെമ്പിളിനേക്കാൾ കൂടുതൽ അത്ഭുതമായിട്ട് തോന്നിയത് ഇത് കൊണ്ട് ഈ കറുത്ത കളറിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ടോ, അതെല്ലാം തേനീച്ച കൂടുകളാണ്. 100 കണക്കിന് തേനീച്ച കൂടുകൾ ഇതിൻ്റെ ചുറ്റുമായിട്ടുണ്ട്. ഈ ജെയിൻ ടെമ്പിളിൻ്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതാണ്ടൊക്കെ പരിപാടികൾ നടക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. നമ്മളതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്, അകത്തോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ.
2-3 ചേട്ടന്മാരിരുന്ന് ഇവിടെ കൊത്തുപണികൾ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത കൊത്തുപണികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുഴുവനും. ജൈന തീർത്ഥങ്കരന്മാരുടെയും മറ്റും ശില്പങ്ങളാണ് ഇവിടെ കൊത്തിയിട്ടുള്ളത് മുഴുവനും. കർണാടകയിൽ ശ്രാവണബെലഗോളയിലും അതുപോലെ ഹലേബീഡിലും കണ്ട ജെയിൻ ടെമ്പിളിൻ്റെ വെച്ച് നോക്കിയാൽ ഈ ഒന്നും അല്ല. പക്ഷേ അവിടെ വെറും പാറക്കല്ലിലാണ്, ഇവിടെ മാർബിളിലാണ് കൊത്തിയിരിക്കുന്നത്. ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്ത അതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളാണ് ഈ ഭിത്തിയിലും ഹാളിലും ഒക്കെ ചെയ്തിരിക്കുന്നതെല്ലാം. കാണാൻ നല്ല ഭംഗിയാണ്. തറയെല്ലാം മാർബിളാണ്, മുകളിൽ മാർബിൾ പോലെ തന്നെ കല്ലുകളാണ് അതിലാണ് കൊത്തിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ജെയിൻ മന്ദിർ ദർശിച്ചിറങ്ങുന്നതോടുകൂടി മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമാകും. ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിയ ഞാൻ, ഇന്നിപ്പോൾ സമയം ഏതാണ്ട് ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയത്തിനുള്ളിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഏതാണ്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണിത് മധ്യപ്രദേശിലെ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ എത്താൻ സാധിക്കുന്നവർ ഉറപ്പായിട്ടും ഇവിടെ എത്തണം. കാശിയൊക്കെ പോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഇനി അടുത്ത് ഞാൻ എൻ്റെ യാത്ര ഗുജറാത്തിലേക്കാണ്. അപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.